Aliens. മുരളി എടാ നീ തന്ന പൈസ എനിക്ക് തരണില്ല. ഇനിയും പൈസ എന്ന് പറഞ്ഞാ ഒരാഴ്ചക്കകത്ത് നിനക്ക് പൈസ ഇല്ല, കരിക്കുമില്ല. ഓ എടാ ക്ലീറ്റക്സിന്റെ അളിയല്ലേ ഇങ്ങോട്ട് പറഞ്ഞത് പോലീസാറേ? എന്നാ തന്നെ ആ പ്രശ്നമുണ്ടാ സാറേ മറ്റേ ക്ലിറ്റക്സിന്റെ അളിയല്ലേ? അതെ. അല്ല, ഞാൻ ക്ലിറ്റക്സിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അല്ല, കുറച്ച് പൈസ ഒരു 90,000 രൂപ എൻ്റെ മാറ്റി സാറേ. കുറച്ച് ദിവസമായി. എന്നിട്ട് എന്തിനാ സാറേ, അവൻ വീട്ടിലില്ല, പാർട്ടി ഓഫീസിലില്ല, പിന്നെ ഫോൺ വിളിച്ചാൽ ഫോണും എടുക്കൂല. അവിടെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഇല്ല, ഫോൺ എടുക്കണില്ല സാറേ, റിങ് ചെയ്യണേ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാനല്ലല്ലോ മേടിച്ച ആളിന്റെ മേടിക്കൂ. സാറേ, നിങ്ങളൊക്കെ ഒരു കുടുംബക്കാരല്ലേ? സാറിന്റെ അളിയനല്ലേ അയാള്? അളിയനും മച്ചം പേര് കണക്കാണ്. പക്ഷെ ഞാനല്ലല്ലോ നിങ്ങളുടെ പൈസ ഞാനാണ് നിങ്ങളുടെ പൈസ. എന്റെ 90,000 രൂപ പോയി. നിങ്ങൾ അവനോട് ചോദിക്കൂ, നിങ്ങൾ എന്നോട് ചോദിക്കണം എന്തിനാണ്? അവനെ കാണാത്തോണ്ടാണ് നമ്മൾ സാറിന്റെ അടുത്ത് ചോദിച്ചത്. എനിക്കറിയില്ല. അപ്പൊ നിങ്ങളൊക്കെ കുടുംബക്കാരെല്ലാം ഇതുപോലെ തന്നെ അല്ലേ? തട്ടിപ്പും വെട്ടിപ്പും തന്നെ. സാറേ, ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. നിങ്ങൾ അവരോട് പോയി ചോദിക്കും, ഇവരോട് പോയി ചോദിക്കും. ഒരുത്തൻ മറ്റേ കതർ കൊണ്ടുകൊണ്ട് വന്ന് എൻ്റെ പൈസ വാങ്ങിച്ചിട്ട് പോയി. ഇപ്പൊ പരാതി പറയാൻ വേണ്ടി ഒരു കാക്കിയുടെ അടുത്ത് വന്നപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ ചെയ്യും സാറേ? പരാതി പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വഴി വെച്ചാണ് പറഞ്ഞത്. പിന്നെ സാറിന്റെ കുടുംബത്തിലുള്ളതല്ലേ, സാറിന്റെ അളിയനല്ലേ? ഞാൻ സാറിന്റെ പറയാതെ വേറെ ആരെടുത്ത് പറയും? നിങ്ങളിത് പയ്യെ പറയാം, ആളല്ലേ അപ്പോൾ കേക്കണ എല്ലാരും കേക്കട്ടെ. എൻ്റെ മാറ്റി 90,000 മാറ്റി തിന്നപ്പോ അറിയണമായിരുന്നു എല്ലാരും കേൾക്കുമെന്ന്. സാറങ്ങനെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടാ. സാറിനെക്കാളും വലിയ സാറന്മാരെ നമുക്കറിയാം പൈസ മാറ്റിട്ട്. ഒന്ന് പോരാതെ ഇവിടെ 90,000 രൂപ പോയി ഇരിക്കുമ്പോഴാണ് നിന്റെ 3,000 രൂപ കൊണ്ടുപോ. കളിക്കരുതെന്ന് പറഞ്ഞാ കേക്കത്തില്ല. എന്തോന്ന് കളി? ഇതാണോ കളി? പോ അങ്ങോട്ട് പോ. പിന്നെ നമ്മൾ എന്ത് കളിക്കും? എന്തോ കളി? അടികൂടി കളിക്കണോ? എന്തൊക്കെ പറയുന്നുണ്ട്. അതേ വരുന്നുണ്ട്. അങ്ങോട്ട് നോക്ക്, ആരാ വരുന്നത് നോക്ക്. പോലീസ് വരണ്ടാ, നിനക്കൊക്കെ ഇന്ന് കിട്ടും. എന്റെ ആങ്ങളെന്നെ കണ്ട പോലീസ് യൂണിഫോമില് എന്നെ ഭംഗി നോക്കിയ കാണാൻ എനിക്ക് അഭിമാനാണ്. ചക്കര മുഖമല്ലായിരിക്കും. എന്താടാ എന്താന്ന് തുടറി. അമ്മ, ഞാനൊരു തെറ്റ് ചെയ്താ അതിന്റെ ശിക്ഷ ആക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. ഓരോരുത്തരും ഉണ്ടാക്കി വെക്കണ ഞാൻ എന്തിനാക്കണം? വരവിനനുസരിച്ച് ചിലവാക്കണം. നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മൾ വാങ്ങരുത്, കടം വാങ്ങരുത്. മനസ്സിലായല്ലോ? അതിനിപ്പോ ആര് കടം വാങ്ങി? എടി, പലിശക്കാരത് പണം മേടിച്ചിരിക്കണ ക്ലീറ്റോ, അത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല. പിന്നെ ആയിരത്തി ചാടണം. അവൻ്റെ അടുത്ത് പറഞ്ഞൊരു പരിധിയുണ്ട്. എന്തെങ്കിലും വന്നാൽ നീ അവന്റെ സപ്പോർട്ടാണ്. എന്തിന് സപ്പോർട്ട്? എന്തിനാണ് സപ്പോർട്ട്? എന്റെ എന്റെ പ്രമുഖൻ അവനവന്റെ യോഗ്യത അനുസരിച്ച് പെരുമാറണം. ഇതിപ്പോ എന്താ കാര്യം? പലിശക്കാരന് പൈസ കടമെടുത്തിരിക്കുന്നു ഇരട്ടി പലിശക്ക്, എന്നിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല. 4-5 മാസമായി. ഇവിടെ ആരെങ്കിലും പറഞ്ഞവള്? ഇവിടെ ആരെങ്കിലും പറഞ്ഞ? നീ അറിഞ്ഞായിരുന്നാടി? അവളറിയാം പിന്നെ ആര് പഠിക്കാൻ? അപ്പൊ ഏട്ടനെ പറഞ്ഞാ പോരെ, അളിയന്റെ അടുത്ത് പോയി ചോദിക്കാൻ. എന്ത് പറയാൻ? അവൻ ഫോൺ കട്ട് ചെയ്യുന്നു, ഇവർ വിളിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യും. അവർ മുമ്പ് വിടില്ല. ബുദ്ധിമുട്ട് വരുമ്പോ എന്ത് ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇല്ലായ്മയിൽ ജീവിക്കണം നമ്മള്. അല്ല, കണ്ടവന്റെ അടുത്ത് കടം മേടിച്ചിട്ട് അവനെ പറ്റിച്ചടക്കല്ലേ വേണ്ടത്. മിണ്ടാതിരിക്കേ, അവളല്ലല്ലോ അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. മിണ്ടരുത് നീ. എനിക്ക് മിണ്ടാൻ പാടില്ലേ? കൊന്നോളാ വേണ്ട അവളൊക്കെ. പിന്നെ നാണം കെടുത്താനാണ് ഇതിനെക്കാളും മോട്ടിച്ചാൽ ഇതിനെക്കാളും കണ്ടാണ് അറിയാത്തോളം മോട്ടിക്കും. അല്ല, നീ എന്റെ പെങ്ങളെന്ന് പറഞ്ഞ് നാണക്കെടാണെങ്കിൽ നിന്നെ അവനെ കണ്ടിട്ട് വെറുതെ ഇറങ്ങി പോണോണ്ടാണ് എനിക്ക് ഒരു സമ്മാനം കിട്ടാത്തത്. എന്നിട്ട് വലിയ ന്യായം പറയുന്നവള്.
നീ ആയോണ്ടാണ് ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് കണ്ണു മുമ്പ് പോ കണ്ണു മുമ്പ്. ഇനിയുണ്ടല്ലോ നീ ഇവിടെ കിടന്നുണ്ടല്ലോ, നീ ഇവിടെ കിടന്ന് കാണിച്ചല്ലോ തങ്ക വരൂല. തങ്കം തങ്കം എന്റെ കണ്ണി പെടരുത്, നീ എന്റെ കണ്ണി കാണരുത്. നീ പോ പോട്ടടാ. അമ്മായിക്ക് എന്താ ഞാൻ പറയുന്നത് ഇവിടെ? കാരണം വെളിയിറങ്ങി നടക്കാം. ഇത് 1-2 കേസല്ല, ഇത് പല പ്രാവശ്യമായി. നിങ്ങൾക്കൊക്കെ ഇവിടെ എന്ത് കേട്ടാ മതി? പബ്ലിക്കിന് മുമ്പാണ് ഞാൻ നാറിയത്. ഹലോ, ആ ക്ലീറ്റ് എന്ന് വരും? നിങ്ങൾ എന്നെ ഒന്ന് കൊന്നു തരാവോ? അവനോട് ആ പലിശക്കാരൻ വഴിയിൽ തടഞ്ഞു നിർത്തി പൈസ വെച്ചെന്ന് പറഞ്ഞ് ഇനി എന്നെ പറയാനായിട്ട് ഒന്നുമില്ല. അത് അമ്മയുടെ മുമ്പിൽ വെച്ച്. ആ പിന്നെ പൈസ കൊടുക്കണ്ടേ? എന്നാ നിങ്ങൾ അയാളോട് വിളിച്ചു പറ. ഞാൻ ഈ വീട്ടിലേക്ക് ആരോടൊക്കെ സമാധാനം പറയണം? നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോയാൽ മതിയല്ലോ. നിങ്ങൾ കൂടെ നാളെ വാ. ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങക്ക്. പലിശയൊക്കെ എല്ലാവരും എടുക്കും, കടം എല്ലാവരും മേടിക്കും. ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ കൊടുക്കാൻ പറ്റും. ഉറങ്ങുന്ന എഴുന്നേക്ക്. എന്ത് ക്ഷീണം പോലെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് ആവശ്യമില്ലാതെ തങ്കത്തിന് കിടന്ന് വഴക്ക് പറഞ്ഞത് അവരുടെ മുമ്പിൽ വെച്ച്? ആ ഗിരിജയുടെ മുമ്പിൽ വെച്ച് വല്ല കാര്യം ഉണ്ടെന്ന് നിനക്ക് ഇത്രയും ആക്ഷേപിക്കേണ്ട? അവൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടാ. അവൾ എന്ത് കുറ്റം ചെയ്ത്? ഒരു കുറ്റവും ചെയ്തില്ലല്ലേ. ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും അവളെ കുറ്റപ്പെടുത്താൻ നോക്കരുത്. കഷ്ടം. പിന്നെ അവളെ വഴക്ക് പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യം തന്നെയാണ്. അവന്റെ അടുത്ത് പറയണം. അവന് പൈസ കടം വാങ്ങിക്കും, പലിശയ്ക്ക് വാങ്ങിക്കും, കൊടുക്കത്തില്ലെന്നത് 1-2 പ്രാവശ്യത്തെ അനുഭവമല്ലല്ലേ. നേരെ ഏത് സമയം അവൻ ഇത് തന്നെ കടം വാങ്ങിപ്പം കൊടുക്കത്തില്ല. ഞാൻ ആലോചിച്ചോക്കണം അമ്മ, ഞാനൊരു പോലീസുകാരനല്ലേ, നാട്ടുകാർക്കൊക്കെ അറിയാം ഞാനൊരു പോലീസുകാരനാണ്. അപ്പൊ നാട്ടുകാരുടെ ഒക്കെ മുമ്പ് വെച്ച് ഒരു തനി പലിശക്കാരൻ എന്റെ അടുത്ത് ഒന്ന് ചൂടാവുമ്പോ ഞാൻ എന്താ പറയണ്ടോ? ഞാൻ എന്ത് മറുപടി പറയണം അമ്മ? ഞാൻ ആലോചിച്ചോക്കണം അമ്മ, നമ്മളെപ്പോ ഉള്ളവർക്കാണോ പേടിച്ചോടേണ്ടവനാണ്? മറുപടി അവിടെ കൊടുക്കണം. കൊടുത്തിട്ടൊന്ന് അവിടെ ഞാൻ ഉറക്കെ സംസാരിച്ച അവ എന്റെ മേലിൽ സംസാരിക്കും. അപ്പം ആളുകൾ എന്നോട് ചോദിക്കില്ലേ ഞാനാണ് പൈസ അടിച്ചെന്ന് വിചാരിക്കുള്ളൂ? അല്ലെങ്കിൽ അവൾ എന്റെ പെങ്ങളല്ലേ, അവളെ പറഞ്ഞാൽ എനിക്ക് നോക്കൂലേ? പിന്നെ ഞാനിത് ആരുടെ അടുത്ത് പോയി പറയണോ അമ്മ? ഇതൊന്നും അറിയാതിരിക്കുന്ന വീട്ടിലിരിക്കുന്ന ആ പെണ്ണിനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞു. നീ കാര്യഗൗരവമുള്ള ഒരു ചെറുക്കനല്ലേടാ. അത് ഇവിടെ വെച്ച് ഇത്ര അവരെ മുമ്പിൽ വെച്ച് പറയണ്ടായിരുന്നു. അവിടെ ചെന്ന് അവളുടെ അടുത്ത് പറയണമായിരുന്നു, ഇങ്ങനെയാണ് കാര്യം, അവനെ മര്യാദയ്ക്ക് പറഞ്ഞ് വിലക്കണം, ഈ സ്വഭാവം വെച്ച് നീട്ടിക്കൊണ്ട് പോകരുത്. പെരി വഴിയിൽ വെച്ച് നീ എൻ്റെ അടുത്ത് ആരും കയറി ദേഷ്യപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നീ പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞു നിൽക്കണം. പിന്നെ അവനെ കാണുമ്പോൾ നല്ല മറുപടിയും പറഞ്ഞു കൊടുക്കണം. കളിക്കുന്ന കഷ്ടം, വിഷമിച്ചിരിക്കുക അവിടെ. അവളെന്തോ ചെയ്യുന്ന അവളെന്തോ അവളവിടെ ഇരിപ്പുണ്ട്. അവൾ വിഷമിച്ചിരുന്ന കാര്യം നല്ല എന്തോ ചെയ്യും. എത്ര സന്തോഷത്തോടെ എല്ലാവരും കൂടെ അവിടെ നിന്ന് കളിച്ചും ചിരിച്ചും പോയതല്ലേ. നീ അല്ലേ ആ സന്തോഷം ഇല്ലാതാക്കിയത്? എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടാ.
ഒരു കാര്യമില്ല. അതെ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് നീ ഞാൻ എന്ത് ചെയ്തിട്ടാണ്? നീ ആരാന്നാ നിന്റെ വിചാരം? നീ ആരാന്നാ നിന്റെ വിചാരം? ഇനി മേലാൽ എന്നോട് വഴക്കുണ്ടാക്കാൻ പറ്റരുത്. നീ മേലാൽ കേട്ടല്ലോ നീ. ആഹാ, അങ്ങനെ ഞാൻ ചേച്ചി 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 ആ, ഇവിടെ കിടന്നൊരു ഷർട്ട് കണ്ട ഏട്ടന്റെ? എനിക്കതല്ല പണി. ഇല്ല, എടുത്തോണ്ട് പോയാ? കണ്ടില്ലേ? കണ്ടില്ലാന്ന് എത്ര പ്രാവശ്യം പറയണം? ഓ, ഇത്ര ചൂടാവണ എന്തിനാ? ഏട്ടാ ഏട്ടാ, ഇവിടെ അലക്കിയിട്ടിരുന്ന വെള്ള ഷർട്ട് എടുത്താ? വെള്ളയില് മറ്റേ നീല വരെയുള്ള. ഞാനൊന്നും എടുത്തില്ല. നീ എവിടെ കഴുകിട്ടത്? ദേ ഇവിടെ കഴുകിട്ട് അത് മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാം ഉണ്ട്. അവനൊന്ന് മാഞ്ഞു പോകുന്നത്. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. തറയിലെങ്ങനെ വേണ്ടി ഏട്ടൻ എടുത്താന്ന്? കഴിയിട്ടുണ്ടാവില്ല. പിന്നെ ഞാനല്ലേ കഴുകിയിട്ടത്? ഞാനല്ലേ കഴുകിയിട്ടത്? എനിക്ക് ഓർമ്മയില്ലേ പിന്നെ? എനിക്കിപ്പോ വേറെ ഷർട്ട് ഉണ്ടല്ലോ, ആയിട്ടുണ്ട് പോവാ. ഇപ്പൊ അത് വേണ്ടല്ലോ. എന്നാലും അത് എവിടെ പോയി? നീ നോക്കിയിട്ട് എവിടെയെങ്കിലും പട്ടി വല്ല കടിച്ചാൽ നോക്ക്. താഴെ വീണ് കിടന്നിട്ട് എന്നെ പട്ടി കടിച്ചോണ്ട് പോയോ? നോക്ക്. ഞാൻ തന്നെ പോയിട്ട് വരാം. ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാമേ. എന്നാലും ആ ഷർട്ട് എവിടെ പോയമ്മേ? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഇത്രയും നാളായിട്ട് അവിടെയാണ് അലക്കിക്കൊണ്ടിരുന്നത്, ഇതുവരെ പോയിട്ടില്ല. ചിലപ്പോ കാറ്റടിച്ച് പറത്തി അങ്ങനെ കൊണ്ടുപോയാ. പറത്തിയിട്ട് എവിടെ കൊണ്ടുപോകാൻ? അവിടെ എവിടെയെങ്കിലും ഒക്കെ കിടക്കുകയല്ലേ ഉള്ളൂ. ഞാൻ മൊത്തം ആ ഏരിയ ഫുള്ള് നോക്കി. അങ്ങോട്ടല്ല, ഇനിയിപ്പൊ ചിലപ്പോ അവിടെ നിന്ന് അങ്ങനെയൊക്കെ പോവുക. അങ്ങനെ അത് വെയിറ്റ് ഉള്ള ഷർട്ടല്ലേ, എന്താ ചെയ്യാ? അങ്ങനെ പറന്നങ്ങ് പോവില്ല. പിള്ളേരാരെങ്കിലും എടുത്തോണ്ട് കളിക്കാം. എടാ, മാമന്റെ ഒരു ഷർട്ട് കണ്ടായിരുന്നു അവിടെ? മാമി അലക്കി കുറെ തുണി ഇട്ടിട്ടില്ലായിരുന്ന? അതിലൊരു വെള്ള ഷർട്ട് നീല വരെയുള്ള കുഞ്ഞു കണ്ടായിരുന്ന? നിങ്ങളാരും കണ്ടില്ലല്ലോ. ഇവളുമാരോട് ഞാൻ ചോദിച്ചു. നീ കണ്ടായിരുന്ന താഴെ എങ്ങാനും കിടക്കുന്ന? അവൻ എന്തോ പറഞ്ഞു പോയെന്ന് പറഞ്ഞപ്പോ പട്ടി കടിച്ചോണ്ട് പോയി കാണും. അവൻ അതേ അത് ആ ധൃതിക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോയതാണ്. വൈകിട്ട് വരുമ്പോ എന്നെ പൊരിക്കും. നിന്നെ പൊരിക്കുന്ന എന്തോന്ന്? അലക്കിയിടാനല്ലേ നിന്നെ കൊണ്ടൊക്കത്തുള്ളൂ. അതിന്റെ മൂട്ടി പോയിരിക്കാൻ നോക്കൂ. എത്ര എല്ലാത്തിനും അങ്ങ് പോയി താഴെ കിടന്നിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോയി കാണുമോ അമ്മേ? അതാണ് എന്റെ സംശയം. അതാണ് നല്ല യാത്രക്കാരല്ല. ഷർട്ടായിരുന്നു, പഴയതാണ്. പക്ഷെ എന്നാലും അതിനൊരു കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടം. ഇതെന്ത് പോയിട്ട് പെട്ടെന്ന് വന്നത്? ആ ഷർട്ട് കിട്ടിയില്ല കേട്ടോ. കിട്ടിയില്ലേ? കേക്ക്. ഓ, സന്തോഷം നോക്കാം അവളുടെ. അവനും കൊടുക്കുവായിരുന്നു. കൊടുത്തോ? മക്കളെ അതിനകത്ത് രണ്ട് കവറുണ്ട്. ഒരെണ്ണം വെട്ട് കേക്കമ്മ. അല്ല, അത് നമുക്ക് ഇവിടെ കഴിക്കാറുണ്ട്. അമ്മയ്ക്കും അതുണ്ട്. അത് മതി തന്നെ. ഇതാർക്ക്? ഇത് തങ്കത്തിന് കൊണ്ടു കൊടുക്കും മക്കളെ. അവള് വിഷമിച്ചിരിക്കുകയാണ്. കൊണ്ടു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കുക അവളെ. ആയി തോന്നിയതെല്ലാം വിളിച്ചു പോകും. ചുമ്മാതെ കിടന്ന് വേണം. പാപം അടിയവൻ. എന്നിട്ട് പിന്നെ ടെൻഷൻ അടിച്ച് നടക്കും. ടെൻഷൻ. അവളെ കണ്ടില്ലേ അവന്റെ മുഖം? ഇതിനപ്പുറത്തായിരിക്കും അവിടെ ഒരാളിരിക്കുന്നത്.
വിട്ടേക്ക്. ഏയ് കടപ്പ പേടിച്ചു റെഡി. കഴിക്കാനല്ലേ എടുത്തിട്ടുണ്ടോ? ഒരെണ്ണം കഴിച്ചപ്പോൾ കൊള്ളാം. അപ്പം അങ്ങനെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഭയങ്കര എല്ലാവരും നിന്നോ പറഞ്ഞപ്പോഴേ ഭയങ്കര ഇതായിപ്പോൾ അതുകൊണ്ടാണ്. എങ്ങനെയെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞതൊന്ന് ക്ലോസ് ചെയ്യാൻ പറയാം. ഞാനിവിടെ കുറച്ച് പൈസ തരാം. കഴിക്കുന്നല്ല, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മേടിച്ച. കാര്യാക്കണ്ട. എടാ ഷർട്ടേ അതല്ല, രാവിലെ ഒരു ഷർട്ട് കാണാതായില്ലേ? ആ അവിടെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. അത് ഞാനെടുത്തേ. അതെന്തിന്? ഒന്നിനല്ല, വെറുതെ എടുത്തതാ, വെറുതെ. ആ അതിനടുത്ത് അവളോടൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുക. അതെ, ഒരു ഇച്ചിരി കീറിയിട്ടുണ്ട്, പഴയത്. കീറിയിരുന്നു അതാ? അതിങ്ങനെ എടുത്തപ്പോ കീറിയതാ. അങ്ങനെ അതിനടുത്ത് കുഴപ്പമില്ല, അത് തയ്ക്കാമല്ലോ. അല്ലാതെ ആ കൈയുടെ അവിടെ ഇച്ചിരി ഇങ്ങനെ അതിന് ഇടാൻ പറ്റുമോന്നറിയില്ല. എടുത്ത് നോക്കട്ടെ. ഇപ്പം ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നല്ല കേട്ടാ അത്. ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയത്തിന് എടുത്ത് കേട്ടായിരുന്നു. ഇങ്ങനെ എന്നെ അത്രയും വഴക്ക് പറഞ്ഞപ്പോഴേ എന്തിനാ കത്രിക വെച്ചിട്ടിങ്ങനെ എന്തിനാ അരിശം മാറണ്ടായിരുന്നില്ല. ആശ്വാസായ എനിക്കത് മതി. Aliens.